നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം തിരുവാതുക്കലുണ്ടായ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതി അമിത് ഒറാങ്ങിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതിയുമായി കഴിഞ്ഞ ദിവസം നിർണായക തെളിവെടുപ്പ് നടത്തി. അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ കിട്ടി. വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും CCTV ഹാർഡ് ഡിസ്കും കൊല്ലപ്പെട്ട ദമ്പതികളുടെ ഒരു ഫോണും കണ്ടെത്തി. വീട്ടിലെത്തി നടത്തിയത് തെളിവെടുപ്പിൽ കൃത്യം നടത്തിയ രീതി പോലീസിനോട് ഇയാൾ വിവരിക്കുകയും ചെയ്തിരുന്നു. പ്രതി കോട്ടയത്ത് താമസിച്ച ലോഡ്ജിലും ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിയ കടയിലും എത്തിച്ച് തെളിവെടുപ്പ് ഇന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട്. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. തന്റെ ജീവിതം തകർത്തതിന്റെ പക അത് വീട്ടാനാണ് കൊല നടത്തിയതെന്നാണ് അമിത് മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് ഫോൺ മോഷ്ടിച്ച പരാതിയിൽ അമിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മോഷണ കേസ് അല്ലെങ്കിൽ ഈ പരാതി പിൻവലിക്കണമെന്ന് വിജയകുമാറിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ വിജയകുമാർ അത് കേട്ടില്ല. മാത്രമല്ല, പെൺസുഹൃത്ത് ഉപേക്ഷിച്ചതും ഇയാൾ ജയിലിൽ പോയ ആ സമയത്താണ്. മാത്രമല്ല, ഈ പെൺസുഹൃത്ത് അവരുടെ ഗർഭം അലസി. ഇതെല്ലാമാണ് തൻ്റെ പ്രതികാരം അല്ലെങ്കിൽ തൻ്റെ പക വർദ്ധിപ്പിച്ചത് എന്നാണ് അമിത് നൽകിയിരിക്കുന്ന മൊഴി. കൊല നടത്താൻ ആരുടെയും സഹായം കിട്ടിയിട്ടില്ല എന്നാണ് പ്രതി അമിത് ഒറാങ് മൊഴി നൽകിയിരിക്കുന്നത്. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരെയാണ് പ്രതി അതിക്രൂരമായി വീട്ടിനുള്ളിൽ കൊലപ്പെടുത്തിയത്. പുലർച്ചെ തൃശൂർ മാളയിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള കോഴി ഫാമിൽ നിന്നാണ് അമിതിനെ പോലീസ് പിടികൂടിയത്. മാത്രമല്ല, നിർണായകമായ മറ്റൊരു വിവരം പുറത്തു വരുന്നത്, വിജയകുമാർ മരിച്ചാൽ ഫോൺ മോഷണ കേസ് ഇല്ലാതാവുമെന്ന വിശ്വാസത്തിലാണ് പ്രതി കൃത്യം നടത്തിയത്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം കേസ് പിൻവലിക്കാൻ വിജയകുമാറിനെ സമീപിച്ചെങ്കിലും ശകാരിച്ച് ഇറക്കി വിട്ടു. വിജയകുമാറിനെ കൊന്ന ശേഷം നാട് വിടാൻ തീരുമാനിച്ചു. ഉറങ്ങിക്കിടന്ന വിജയകുമാറിനെ കോടാലി കൊണ്ട് അടിച്ചു. ശബ്ദം കേട്ട് എഴുന്നേറ്റ ഭാര്യ മീര അമിതിനെ കണ്ടു. തിരിച്ചറിഞ്ഞുവെന്ന് വ്യക്തമായതോടെ മീരയെയും കൊന്നു. ഹാർഡ് ഡിസ്കും ഒരു മൊബൈലും തോട്ടിൽ ഉപേക്ഷിച്ചു. അതായത് പ്രതി പറയുന്നത് താൻ ലക്ഷ്യം വെച്ചത് വിജയകുമാറിനെ മാത്രമാണ്. വിജയകുമാറിനോടായിരുന്നു തൻ്റെ പകയും അല്ലെങ്കിൽ തൻ്റെ വൈരാഗ്യവും മുഴുവൻ. പക്ഷേ വിജയകുമാറിനെ കൊലപ്പെടുത്തിയപ്പോൾ ആ ശബ്ദം കേട്ടെത്തിയ മീര തന്നെ തിരിച്ചറിഞ്ഞു. അതാണ് മീരയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പ്രതിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. നിർണായക തെളിവായ DVR അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പ്രതി അമിതുമായി നടത്തിയ തെളിവെടുപ്പിലാണ് DVR കണ്ടെത്തിയത്. കൊലപാതകം നടന്ന വീടിന് 200 മീറ്റർ മാറിയുള്ള കൈത്തോട്ടിലായിരുന്നു DVR കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVR കേസിൽ ഏറെ നിർണായക തെളിവാണ്. രാവിലെയാണ് പ്രതി അസം സ്വദേശി അമിത് ഒറാങ് പിടിയിലായത്. മരിച്ച വിജയകുമാറിന്റെയും മീരയുടെയും വീട്ടിലെ ജോലിക്കാരനായിരുന്നു അമിത്. ഈ വീട്ടിൽ നിന്നും കണ്ടെത്തിയ വിരലടയാളത്തിൽ നിന്നും പ്രതി അമിത് ഒറാങ് തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. 6 മാസം മുൻപുള്ള ഫോൺ മോഷണ കേസിലെ വിരലടയാളവും ഇന്നലത്തേതും ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതി ഇയാൾ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. പിന്നീട് ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടന്നത്. കൊലപാതക വിവരം പുറത്തറിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ തന്നെ കൊലപാതകി അസംകാരൻ അമിത് എന്ന് തിരിച്ചറിഞ്ഞ പോലീസിന്റെ അതിവേഗത്തിലുള്ള നീക്കമാണ് കൊടും കുറ്റവാളിയെ വേഗത്തിൽ തന്നെ കുടുക്കാൻ കഴിഞ്ഞത്. പോലീസിനെ കണ്ടതോടെ അമിത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി തന്നെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ക്രൂര കൊലപാതകം നടത്തിയ ശേഷം പ്രതി അമിത് സഹോദരൻ ജോലി ചെയ്യുന്ന മാളയിലെ കോഴി ഫാമിലേക്ക് പോവുകയായിരുന്നു. കൊലപാതകത്തിന് 3 ദിവസം മുൻപ് 19-ാം തീയതി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പ്രതി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ബിനോ ലോഡ്ജിൽ മുറിയെടുത്തു. ക്രൂര കൊലപാതകം ആസൂത്രണം ചെയ്തത് ഈ ലോഡ്ജിലെ 23-ാം നമ്പർ മുറിയിലിരുന്നാണ്. തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയിൽ വീട്ടിൽ കയറി കൊലപാതകം. കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ കോട്ടയം DYSPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പ്രതിയുടെ തെളിവെടുപ്പ് നടത്തി. ദമ്പതികളെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ വിരലടയാളങ്ങളും അമിതിന്റെ പഴയ ഫോൺ മോഷണ കേസിലെ വിരലടയാളങ്ങളും ഒത്തുവന്നതോടെയാണ് പ്രതി അമിത് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. കൊലയ്ക്ക് ശേഷം വിജയകുമാറിന്റെ ഭാര്യയുടെയും ഫോൺ പ്രതി മോഷ്ടിച്ചിരുന്നു. ഇതിൽ ഒരു ഫോൺ ഓൺ ആയിരുന്നു. ഇതിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കൊലപാതകം നടത്തി 24 മണിക്കൂറിനുള്ളിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. അതേസമയം ഈ ദമ്പതികളുടെ മകൻ 2017 ജൂണിൽ കോട്ടയം തെള്ളകത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. യുവ വ്യവസായിയായിരുന്നു ഗൗതം വിജയകുമാർ. 28-ാം വയസ്സിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിൽ CBI അന്വേഷണം തുടങ്ങി ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഈ ദമ്പതികൾ കൊല്ലപ്പെട്ടപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം ആരാഞ്ഞിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. കേൾവി പരിമിതിയുള്ള തോട്ടക്കാരൻ ബോണ്ട് രാജ് ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല. തിങ്കളാഴ്ച രാത്രി 12:30-നും 1-നും ഇടയിലാണ് കൊല നടന്നതെന്നാണ് കരുതുന്നത്.
വളരെ സൂത്രശാലിയായിരുന്നു പ്രതി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 10ലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കലുണ്ടായിരുന്നു. പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറി ഇയാൾ ഉപയോഗിച്ചു. കൊലയ്ക്ക് ശേഷം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഭാര്യ മീരയുടെ മൊബൈൽ ഫോണുകൾ പ്രതി എടുത്തിരുന്നു. ഇതിൽ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഫോൺ ഓൺ ചെയ്തത്. ഫോണുമായി ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിരിക്കുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ ഇത് പോലീസിന് കച്ചിത്തുരുമ്പായി. ഉടനടി തന്നെ അന്വേഷണ സംഘം ജാഗരൂകരായി പ്രതി പിടിയിലാവുകയും ചെയ്തു. ആദ്യഘട്ടം ചോദ്യം ചെയ്യൽ നടത്തി പ്രതി കുറ്റകൃത്യം സമ്മതിച്ചതായാണ് കിട്ടുന്ന വിവരം. എന്തിനായിരുന്നു ക്രൂര കൊലപാതകം നടത്തിയതെന്ന വിവരമാണ് പോലീസ് പ്രതിയിൽ നിന്ന് തേടുന്നത്. വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ അമിത് ഒറാങ് 3 വർഷത്തോളം സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു. ഇതേ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ യുവതി വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. അമിതും യുവതിയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. നിയമപരമായി വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും യുവതി തന്റെ ഭാര്യയായിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഇതിനിടെയാണ് വിജയകുമാറിന്റെ പരാതിയെ തുടർന്ന് മോഷണക്കേസിൽ അമിത് അറസ്റ്റിലാകുന്നത്. 5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. ഈ സമയത്ത് അമിതിനെ ഉപേക്ഷിച്ച് യുവതി പോയി. തന്റെ കുടുംബം നശിപ്പിച്ചതിന് പിന്നിലുള്ള പ്രതികാരം ആളിക്കത്തി വിജയകുമാറിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രതി എത്തുകയായിരുന്നു. എന്തുമാത്രം പകയുണ്ടായിരുന്നു, വൈരാഗ്യമുണ്ടായിരുന്നു ആ പ്രതിക്ക് എന്ന് ആ മൃതദേഹങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മുഖമൊക്കെ വികൃതമാക്കിയ നിലയിലായിരുന്നു ആ ഒരു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അത്രയും വൈരാഗ്യത്തോടെയാണ് ഈ കൊലപാതകം പ്രതി നടത്തിയത്. കൊലപാതകം നടത്തി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പോലീസ് പ്രതിയെ വലയിലാക്കിയെന്നതും ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായി മാറി. മാത്രമല്ല, അമിത് നഗരത്തിൽ ഒരു ലോഡ്ജിൽ താമസിച്ചിരുന്നു. പലതവണ വിജയകുമാറിന്റെ വീടിന്റെ പരിസരത്തെത്തി കാര്യങ്ങൾ ഇയാൾ നിരീക്ഷിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെയോടെയാണ് ഇയാൾ ലോഡ്ജിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തത്. വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇവിടങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ഈ കേസിൽ നിർണായകമായി മാറി. രാത്രിയോടെയാണ് കൊലപാതകം നടത്താൻ പോയത്. ലോഡ്ജിൽ നിന്ന് അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കിട്ടി. അതും വളരെ നിർണായകമായി മാറിയിരുന്നു.